ആലപ്പുഴ ചെറിയനാട് റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. അടിപ്പാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വെള്ളക്കെട്ട് ദുരിതമുണ്ടാക്കുന്നുവെന്ന കേരള വിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്. 5 വർഷം മുൻപ് MK റോഡ് നവീകരിച്ചതിനു ശേഷം പാലത്തിന്റെ ഇരുവശവും ഉയർത്തിയതാണ് അടിപ്പാതയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതിന് കാരണമായത്. 15 മാസങ്ങൾക്ക് മുൻപ് ഈ ഭാഗം ലെവൽ ചെയ്ത് ടാർ ചെയ്തിരുന്നു. എന്നിട്ടും വെള്ളം കെട്ടിനിൽക്കുകയും കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. അടിപ്പാതയിലെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ ശരിയായ ഒരു സംവിധാനമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. കൂടാതെ വെള്ളം കെട്ടിനിൽക്കുന്നതുമൂലം ചെളിവെള്ളം തെറിച്ച് ഇരുചക്ര വാഹനയാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്തു വീഴുന്നതും ഇവിടെ പതിവ് കാഴ്ചയാണ്. വെള്ളക്കെട്ട് മൂലം അപകടങ്ങളും ഇവിടെ നിത്യസംഭവമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന ശരിയായ അറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതിനാൽ ഈ ഭാഗങ്ങളിൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അടിപ്പാതയിലെ വെള്ളക്കെട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കിയാണ് ചെറിയനാട് പഞ്ചായത്ത് 8 ലക്ഷം രൂപ ചെലവാക്കി ഓട നിർമ്മിച്ചത്. ഇതിന്റെ പൂർത്തീകരണത്തിനായി ഈ സാമ്പത്തിക വർഷം 5 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ടെന്ന് ചെറിയനാട് പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ വിവേക് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് 8 ലക്ഷം രൂപ മുടക്കി ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകി പോകുന്നതിനാവശ്യമായിട്ടുള്ള ഓടയുടെ നിർമ്മാണം പൂർത്തിയാക്കി. വീണ്ടും 5 ലക്ഷം രൂപ കൂടി ആ പണിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ വർഷത്തെ 2025-26 വർഷത്തെ ഫണ്ട് നീക്കിവെച്ചിരുന്നു. അതിൻ്റെ റോഡിന് 2 സൈഡ് ബേം ഉൾപ്പെടെ കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സമീപനം നമ്മുടെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ CCTV ക്യാമറ സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനവും പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അടിപ്പാതയുടെ വിഷയത്തിൽ ബഹുമാന്യായ നമ്മുടെ മന്ത്രി fishery സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ, അതുപോലെ തന്നെ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെയും ഇടപെടൽ വളരെയധികം സഹായകരമായി മാറിയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ഇക്കാര്യത്തിൽ നമ്മോടൊപ്പം സഹകരിച്ചു. വെള്ളക്കെട്ടിനെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം കേരള വിഷൻ ന്യൂസിൽ ഉൾപ്പെടെ വന്നതിനു പിന്നാലെ ചെങ്ങന്നൂർ MLAയും മന്ത്രിയുമായ സജി ചെറിയാന്റെയും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിന്റെയും ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് പണികൾ ആരംഭിച്ചത്. അടുത്ത മാസം സ്കൂൾ തുറക്കുന്നതിനു മുൻപ് പണി പൂർത്തീകരിക്കുന്നതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷിതമായി ഇതുവഴി സഞ്ചരിക്കാം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.